മഹാരാഷ്ട്രയിലെ റായ്ഗഡ് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന മാത്തേരാനിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. സമുദ്രനിരപ്പിൽ നിന്നും 800 കിലോമീറ്റർ ഉയരത്തിലാണ്. ഇതാണ് ഇവിടുത്തെ ടോയ് ട്രെയിൻ. അമാൻ ലോഡ്ജിൽ നിന്നും മാത്തേരാനിൽ നിന്നും അമാൻ ലോഡ്ജിലേക്കും ടോയ് ട്രെയിനുകളാണ് ലഭിക്കുന്നത്. വളരെ പരിമിതമായ സീറ്റുകളുള്ള ഈ ടോയ് ട്രെയിൻ എങ്ങനെ നമുക്ക് ബുക്ക് ചെയ്യാം, എങ്ങനെയാണ് നമുക്ക് മാത്തേരാനിൽ നിന്നും അമാൻ ലോഡ്ജിലേക്കും തിരിച്ചും, ഇതാണ് ട്രെയിൻ ടിക്കറ്റ് ക്യൂ കൗണ്ടർ. ഒരാൾക്ക് 4 ടിക്കറ്റുകളാണ് മാക്സിമം കിട്ടുക. അപ്പം നമ്മൾ ഒരു ട്രിപ്പിൻ്റെ ഭാഗമായിട്ട് ഒരുപാടുള്ള ആളുകളുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ആളുകൾ ക്യൂ നിന്നിട്ട് 4 പേർക്ക് ഉള്ള ടിക്കറ്റുകൾ ഇങ്ങനെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അവസാനം എനിക്ക് കിട്ടി D1 സീറ്റും D2 3 സീറ്റും. അങ്ങനെ നമ്മൾ ടോയ് ട്രെയിനിൽ കയറി. ഇവിടെ ടോയ് ട്രെയിനുകൾ, പിന്നെ ഇലക്ട്രിക് റിക്ഷകളും കുതിരവണ്ടികളും മനുഷ്യർ വലിക്കുന്ന റിക്ഷകളും മാത്രമേ ഇവിടെയുള്ളൂ. വാഹന ഗതാഗതം നിരോധിച്ചിട്ടുള്ള ഇന്ത്യയിലെ ഏക ഒരു പരിസ്ഥിതി ലോല പ്രദേശമാണ് ഇത്. വളരെ അടിപൊളി ഒരു യാത്രയാണ് ഈ ടോയ് ട്രെയിൻ എന്ന് പറഞ്ഞാൽ. 20 മിനിറ്റ് കൊണ്ടാണ് നമ്മൾ മാത്തേരാനിൽ നിന്നും അമാൻ ലോഡ്ജിൽ എത്തിയത്. വളരെ വീടുകളുടെ നടുക്കൂടെയൊക്കെ ട്രെയിൻ പോകുമ്പോഴെന്ന് തോന്നും. അത്രയും ചുറ്റുപാടും വീടുകളും ഒക്കെയാണ്. പരിസ്ഥിതി ലോല പ്രദേശം ആയതുകൊണ്ട് തന്നെ ഇവിടെ ടാറിട്ട റോഡുകൾ കാണില്ല, കാരണം വാഹന ഗതാഗതം ഇല്ലാത്തതുകൊണ്ട്. ബോംബെയിൽ നിന്ന് 80 കിലോമീറ്ററും പൂനെയിൽ നിന്ന് 120 കിലോമീറ്ററുമാണ് ഈ മാത്തേരാനിലേക്കുള്ളത്. ടോയ് ട്രെയിൻ ഇവിടെ വന്ന എല്ലാവരും ഒന്ന് നിർബന്ധമായിട്ടും കയറേണ്ടതാണെന്നാണ് ഞാൻ പറയുന്നത്. ഭയങ്കര എക്സ്പീരിയൻസാണ്. കണ്ടില്ലേ, ആളുകൾ ഈ ടോയ് ട്രെയിനിൻ്റെ അതിലൂടെയാണ് നടന്നു പോയത്. കണ്ടോ, നല്ല വ്യൂ അല്ലേ ഇവിടേക്ക്. നമുക്ക് ഈ ടോയ് ട്രെയിനിൻ്റെ പാളത്തിൽ കൂടെയാണ് നമ്മൾ അങ്ങോട്ട് നടന്നു പോയത്. ഇപ്പോൾ ട്രെയിൻ വരുമ്പോൾ സമയത്ത് നമ്മൾ മാറി നിന്നാൽ മതി. ഒരു ട്രെയിൻ തന്നെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും, ഡബിൾ സൈഡിൽ എഞ്ചിൻ വെച്ചിട്ട്. അപ്പം മാത്തേരാനിൽ നിന്നും നമ്മളിപ്പോൾ അമാൻ ലോഡ്ജിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പോകുന്നവർ ടോയ് ട്രെയിൻ ഒരിക്കലും മിസ്സാക്കരുതെന്നേ ഞാൻ പറയുള്ളൂ. എന്നാലും പോയി എൻജോയ് ചെയ്ത് വരും എല്ലാവരും കേട്ടോ.